ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപൻ്റെ വീട്ടിലേക്ക് അങ്കിതയും മേനോനും വരുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രമോഹനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്, അല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നേരിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നെല്ലാം മോഹൻ സാറിനോട് പറയുന്നുണ്ട്. അപ്പോൾ മോഹൻ സാറും പറയുന്നുണ്ട്, അതല്ലേ ഞങ്ങളുടെയും പ്രശ്നം, ഞങ്ങൾക്കും അതിന് സാധിക്കില്ലല്ലോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നു, അത് സാരമില്ല, ചന്ദ്രമോഹൻ ഒരു മിടുക്കനാണ്, അയാളെല്ലാം നോക്കിയും കണ്ടും ചെയ്തോളൂ എന്ന് പറയുന്നു. മോഹൻ സാറ് പറയുന്നുണ്ട്, അത് ശരി തന്നെ, അയാൾ എല്ലാ കാര്യത്തിനും സമ്മതിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ ചായ എടുക്കാൻ മുകുന്നേട്ട്, അല്ലെങ്കിൽ തണുത്തത് വേണോ എന്ന് ചോദിക്കുന്നു. ചായ മതി അല്ലേ അങ്കിത എന്ന് മേനോൻ ചോദിക്കുന്നുണ്ട്. അങ്കിത പറയുന്നുണ്ട്, സൗത്ത് ഇന്ത്യക്കാർക്ക് പൊതുവെ കാപ്പിയോടാണ് ഇഷ്ടം, എന്നാലും എനിക്ക് ചായയാണ് ഇഷ്ടം, ഞാൻ സഹായിക്കണോ കൃഷ്ണ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, വേണ്ട അങ്കിതേ, ഒരു നല്ല ചായ ഞാൻ ഇന്നെങ്കിലും ഒന്ന് കുടിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ പ്രതാപൻ മേനോനോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ചായ കുടിക്കാൻ മാത്രമല്ല ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നു. അപ്പോൾ മേനോൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട് പ്രതാപ, സംഗതി സക്സസ് ആവുമെന്ന് തീർച്ചയായും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ച് താനുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. പ്രതാപൻ പറയുന്നുണ്ട്, നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ വലിയൊരു പ്ലാനല്ലേ, അതുകൂടാതെ എന്താ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മേനോൻ സാർ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം, ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുക്കാവുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഓക്കെ, നമുക്ക് സാവകാശം സംസാരിക്കാമെന്ന് പറയുന്നു. പിന്നീട് മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണിക്കുന്നു. മീനാക്ഷിയാണ് കുഞ്ഞിനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാണ്. സുന്ദരി മോൾക്ക് കുളിക്കണ്ടേ, ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ നിൻ്റെ അമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞ് കൊഞ്ചിക്കുകയാണ് കേട്ടോ മീനാക്ഷി. ആ സമയം പ്രസന്ന മീനാക്ഷിക്ക് കുടിക്കാനുള്ളതും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മീനാക്ഷിയും പ്രസന്നയും സംസാരിക്കുകയാണ്. പ്രസന്ന ചോദിക്കുന്നുണ്ട്, നീ എന്ത് തീരുമാനിച്ചു മീനാക്ഷി എന്ന്, ചടങ്ങിനെങ്കിലും ഒരു നൂലുകെട്ട് നടത്തണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വെറും ചടങ്ങല്ല, ആഘോഷമായിട്ട് തന്നെ നൂലുകെട്ട് നടത്താനുള്ള എല്ലാ അർഹതയുമുള്ള ഒരു കുഞ്ഞാണ് എൻ്റെ മോളെന്ന് മീനാക്ഷി പറയുകയാണ്. വേണമെങ്കിൽ ഇവളെ പൊന്നുകൊണ്ട് തുലാഭാരം നടത്താനുള്ള സമ്പത്തുള്ളവനാണ് ഇവളുടെ അച്ഛൻ എന്ന് പറയാൻ കേട്ടോ. പോരെങ്കിൽ ആവശ്യത്തിലധികം പണം നമ്മുടെ അച്ഛനെ മേനോൻ സാർ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, അച്ഛന് താല്പര്യമില്ല എന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, നടത്താൻ പാടില്ല എന്ന് വിലക്കിയിട്ടൊന്നുമില്ലല്ലോ, അച്ഛൻ സഹായിക്കാണ്ട് നമ്മൾ തനിച്ച് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയ ആർക്കെങ്കിലും എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുമോ. പ്രസന്ന പറയുന്നുണ്ട്, ഒരു പെൺകുഞ്ഞല്ലേടി, അതാത് സമയത്ത് വേണ്ട കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തണം, അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പ്രസന്ന. മീനാക്ഷി പറയുന്നുണ്ട്, അമ്മയെ നമുക്ക് ചന്ദ്രമോഹൻ സാറിനോടൊന്ന് പറയണ്ടേ. പ്രസന്ന പറയുന്നുണ്ട്, ഒന്ന് വിളിച്ച് വിവരം അറിയിക്കണം, അവരുടെ സൗകര്യം അനുസരിച്ച് തീയതിയും ദിവസവും മാറ്റാനൊന്നും പാടില്ലല്ലോ, ആരെങ്കിലും വരണമെങ്കിൽ വരട്ടെ. മീനാക്ഷി പറയുന്നുണ്ട്, 28-ന് മോൾക്കൊരു പേരിടണ്ടേ അമ്മേ. പ്രസന്ന ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന്. നമ്മൾ എന്ത് പേര് വിളിച്ചാലും അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പേര് മാറ്റില്ലേ അമ്മേ, വല്ല കന്നഡ പേരും ആയിരിക്കും ഇടുന്നതെന്ന് മീനാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, അവരെന്ത് പേര് വേണമെങ്കിലും ഇട്ടോട്ടെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല പേരിടാം മോളെ എന്ന് പറയുന്നു. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയാൻ മീനാക്ഷിയോട് പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് പേരുകളുണ്ടമ്മേ, ചിലപ്പോൾ ഓരോ പേരുകൾ എൻ്റെ നാവിൽ വരാറുണ്ടെന്നും പറയുന്നു. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.